ഹലോ എവരി വൺ, പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇൻട്രോ ഒന്നുമില്ലാതെ കാര്യത്തിലേക്ക് കിടക്കാം. നമ്മൾ PVC പൈപ്പിൽ കുരുമുളക് കൃഷി ചെയ്തായിരുന്നു. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന അനേക ആളുകൾക്ക് അതറിയാം. അപ്പോൾ ഈ കുരുമുളക് കൃഷി PVC പൈപ്പിൽ ചെയ്തപ്പോൾ അനേക ആളുകൾക്ക് 100 കണക്കിന് സംശയങ്ങളുണ്ടായിരുന്നു. നമ്മുടെ വീഡിയോസ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസും മില്യൺ കണക്കിന് ആളുകൾ കണ്ടേ. അതിനേക്കാൾ കൂടുതൽ ആളുകൾ കമൻറ്റിലൂടെ ചോദ്യങ്ങളായിട്ട് സംശയങ്ങളായിട്ട് ഒത്തിരി ചോദിച്ചു. അപ്പോൾ ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി കൊടുക്കുക എന്നുള്ളതാണ് ഈ സെഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ അനേക ആളുകൾ പറഞ്ഞായിരുന്നു ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ ഇതിൻ്റെ അപ്ഡേഷൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് വീഡിയോകൾ ചെയ്യണമെന്ന്. അപ്പോൾ ഈ PVC പൈപ്പിൽ കുരുമുളക് കൃഷി ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ചോദിച്ച സംശയങ്ങൾക്കുള്ള മറുപടി പ്ലസ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ, എൻ്റെ ഒരു അവലോകനം, ഈ ഇത്ര നാളത്തെ ഒരു എക്സ്പീരിയൻസിൽ നിന്നുള്ള എൻ്റെ ഒരു അവലോകനം കൂടിയാണ് ഈ വീഡിയോയിലൂടെ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാത്ത എന്തെങ്കിലും വിഷയം സംബന്ധിച്ച് നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ചോദിച്ചാൽ അടുത്ത വീഡിയോയിൽ അതിനുള്ള മറുപടി വരുന്നതായിരിക്കും. അപ്പോൾ ആൽമണ്ടേ, ഇതിപ്പോൾ എൻ്റെ ഒരു സുഹൃത്താണ്, കൃഷിനോട് താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ഈ കുരുമുളക് കൃഷിയെ സംബന്ധിച്ച് കുറച്ച് സംശയങ്ങൾ എന്നോട് ചോദിച്ചു. അപ്പോൾ ആ സംശയങ്ങൾക്കുള്ള മറുപടിയും കൂടെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ആൽമണ്ടിന് ഇതിനെക്കുറിച്ച് ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ പറയാം. ഇത് മലേഷ്യ പോലുള്ള ചില രാജ്യങ്ങളിൽ അവർ ആദ്യമായിട്ട് ചെയ്തു തുടങ്ങിയൊരു മെത്തേഡാണ് PVC പൈപ്പിലുള്ള കുരുമുളക് കൃഷി. നമ്മുടെ നാട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഇരുമ്പ് പൈപ്പ്, കോൺക്രീറ്റ് പൈപ്പുകളിലൊക്കെ കുരുമുളക് കൃഷി ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ അടുത്ത ഏതാനും 3-4 വർഷത്തിനുള്ളിലാണ് PVC പൈപ്പിൽ കൃഷി ചെയ്യുന്ന രീതിയിൽ കേരളത്തിൽ പല ആളുകളും ചെയ്തു തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു സക്സസ് ആണോ അല്ലയോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ ഏതാനും വർഷങ്ങൾ കൃഷി ചെയ്ത് അതിൻ്റെ ലാഭനഷ്ട കണക്കുകളൊക്കെ എടുത്തു നോക്കിയാൽ മാത്രമേ സക്സസ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം ഇതൊരു പരീക്ഷണം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വീഡിയോസ് ഇട്ടപ്പോൾ ഗ്രൂപ്പിൽ ഫോളോവേഴ്സായിട്ട് അനേക ആളുകൾ നെഗറ്റീവായിട്ട് പറഞ്ഞവർ വരെയുണ്ട്. ഇത് നഷ്ടമാണ്, വട്ടാണ്, ഭ്രാന്താന്നൊക്കെ പറഞ്ഞവരുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉള്ള ഇതുപോലുള്ള പരീക്ഷണങ്ങൾ നടത്തിയാലാണല്ലോ അത് സക്സസ് ആവാം, ചിലപ്പോൾ ഫെയിലിയർ ആകാം. പക്ഷേ പരീക്ഷണങ്ങൾ എപ്പോഴും നടന്നുകൊണ്ടിരിക്കേണ്ടത് എല്ലാ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അപ്പം താരതമ്യേന കാർഷിക മേഖലയിലെ പരീക്ഷണങ്ങൾ വളരെ കുറവാണ് നടക്കണം. ഇവിടെ നമ്മൾ പരീക്ഷണങ്ങളെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് കൃഷിയെ ഫോളോ ചെയ്യുന്ന എല്ലാവരുടെയും ഉത്തരവാദിത്തം കൂടെയാണ്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ആദ്യം ആൽമണ്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു, സംശയങ്ങൾ. ഓക്കെ, എനിക്ക് ഇത് കണ്ടപ്പോൾ തന്നെ വളരെ ഇമ്പ്രസീവ് ആയിട്ട് തോന്നി. അപ്പോൾ തന്നെ എൻ്റെ മനസ്സിലുണ്ടായ ചോദ്യങ്ങൾ പലതാണ്. അപ്പോൾ ഞാൻ ആദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, എന്തുകൊണ്ട് PVC പൈപ്പ്, എന്താണ് അതിനകത്ത് ഗുണങ്ങൾ? ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മുടെ അനേക ആളുകൾ ചോദിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് വട്ടാണെന്ന് പറയാൻ ഒരു കാരണം അതായത് നമുക്കിപ്പോൾ ഈ പൂവരശുണ്ട്, അങ്ങനെ പല മരങ്ങൾ ഉണ്ട്. പണ്ട് കാലത്ത് നമുക്കറിയാം അങ്ങനെയുള്ള മരങ്ങളിലാണ് കുരുമുളക് കയറ്റിയിട്ടുണ്ടിരുന്നത്. ഇവൻ തെങ്ങിൽ കയറ്റി വിടുന്നവരുണ്ട്, ഇതൊന്നും അല്ലെങ്കിൽ അടയ്ക്കാമരം കവുങ്ങിൽ കയറ്റി വിടുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അതിനൊന്നും വേണ്ടി താങ്ങുകാലിന് വേണ്ടി പ്രത്യേകിച്ച് കാശ് മുടക്കില്ലല്ലോ. അപ്പോൾ വെറുതെ PVC പൈപ്പിന് വേണ്ടി നമ്മൾ ഇത്രയും കാശ് മുടക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ള വാലിഡ് ആയിട്ടുള്ള പ്രസക്തമായ ഒരു ചോദ്യം അനേക ആളുകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എൻ്റെ ഒരു മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമുക്കറിയാം നമ്മളിവിടെ പൂവരിച്ചെന്ന് പറയുന്ന ഒരു മരമുണ്ട്. അതിൽ സാധാരണ നമ്മൾ നേരത്തെ കുരുമുളക് ചെയ്തുകൊണ്ടിരുന്നത്. അത് നമ്മൾ നട്ട് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞാൽ വലിയ വലിയ ബ്രാഞ്ചസ് വരും, ഒരു വലിയ മരം പോലെ ആകുക. അപ്പോൾ ഇയർലി വൺസ് നമ്മൾ അതിൻ്റെ ശിഖരങ്ങൾ ഇറക്കി കൊടുത്തില്ലെങ്കിൽ ഇത് ഭയങ്കര ഷെയ്ഡായി പോകും. അപ്പോൾ ഇയർലി വൺസ് ശിഖരങ്ങൾ ഇറക്കണമെങ്കിൽ പണ്ട് കാലത്ത് നമുക്ക് തന്നെ ചെയ്യുമ്പോൾ കുഴപ്പമില്ലായിരുന്നു. ഇപ്പം ലേബർ എക്സ്പെൻസ് അത് കൂടുതലാണ്. എല്ലാ വർഷവും നമുക്ക് ചെയ്യണമെങ്കിൽ കറക്റ്റായിട്ട് അത് ചെയ്യാൻ വേണം. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ ഏത് തണൽ വൃക്ഷം ആയിക്കോട്ടെ, ഈവൻ കമുക് തന്നെ ആയിക്കോട്ടെ, അതിന് വേരുകളുണ്ട്. അപ്പോൾ ഈ വേരുകൾ അവിടെ നിൽക്കുമ്പോൾ നമ്മൾ ഈ കുരുമുളക് വളർത്തുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യം. പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ തണൽ വൃക്ഷങ്ങളെല്ലാം ഭാവിയിൽ നമുക്ക് വെട്ടി വിറ്റാൽ കാശ് കിട്ടുമായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ ഈവൻ പല സ്ഥലങ്ങളിലും നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു തേക്ക് വരെ നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ ആൾക്കാർ അത്ര വണ്ണമുള്ളതാണെങ്കിൽ എടുക്കുള്ളൂ. ഇല്ലെങ്കിൽ ഇതൊന്ന് മുറിച്ചുകൊണ്ട് ഇപ്പോൾ നമുക്കറിയാം മഹാഗണിയൊക്കെ വലിയ വില പ്രതീക്ഷിച്ച ആൾക്കാർ നട്ടതാണ്. ഇന്നത്തെ കാലത്ത് കാശ് കൊടുത്ത് ആരും എടുക്കില്ലെന്ന് മാത്രമല്ല, ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞാലും ആരും എടുക്കില്ല. അപ്പോൾ ഈ മരത്തിൽ നിന്നുള്ള വരുമാനം നമുക്കിന്നില്ല. ആ സാഹചര്യത്തിൽ നമ്മൾ കുരുമുളക് വേണ്ടി മാത്രം വരുമാനമായിട്ട് നടുമ്പോൾ ഇതിൻ്റെ വേരുകൾ കാരണം കുരുമുളകിൻ്റെ വേരുകൾക്ക് പടരാൻ ബുദ്ധിമുട്ട്. 1. 2, നമ്മൾ കുരുമുളകിന് കൊടുക്കുന്ന വളങ്ങൾ മറ്റു വേരുകൾ വലിച്ചെടുക്കില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ മറ്റു വേരുകളും ഇതിനെ ഞെരുക്കുന്നത് കൊണ്ടും ഷെയ്ഡ് ഇറക്കിയില്ലെങ്കിൽ അതുള്ളത് ഓവർ ഷെയ്ഡ് ആയി പോകുന്നത് കൊണ്ട് വളങ്ങൾ ഷെയർ ചെയ്ത് പോകുന്നത് കൊണ്ടൊക്കെ കുരുമുളകിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഈൽഡോ അല്ലെങ്കിൽ വളർച്ച കിട്ടില്ല. മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഇത്രയും ചെറിയ സ്പേസിൽ തന്നെ ഇത്ര അധികം കുരുമുളക് തൈകൾ നമുക്ക് നടാനും ഇത്രയും കൾട്ടിവേറ്റ് ചെയ്യാനും പറ്റുന്നത് തീർച്ചയായിട്ടും അതൊരു പോയിന്റാണ്. ഇപ്പോൾ നമ്മൾ
ഏതെങ്കിലും ഒരു താങ്ങുകാല് മരം ആർന്നു ഇരിക്കട്ടെ, ഇവിടെ ഒരു മരം നടുക, അതിലൊരു ചോട്, അത്രേ ഉള്ളൂ. വേറെ ഒന്നും നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ അടുക്കളത്തോട്ടം കൺസെപ്റ്റ് പോലെ സ്ഥലപരിമിതി ഉള്ളവർക്കും അവരുടെ പരിമിതമായ സ്ഥലത്തിന് ഇതുപോലെ നമുക്ക് വീട്ടിലെ ആവശ്യമുള്ള കുരുമുളക് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെയെങ്കിൽ എൻ്റെ അടുത്തൊരു ചോദ്യമാണ്, പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവും. ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഒരു PVC വെച്ച് ഇങ്ങനെ ഒരു സപ്പോർട്ട് കൊടുത്ത് കുരുമുളക് വളർത്തണമെങ്കിൽ എങ്ങനെ അത് ചെയ്യണം? എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും PVC ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. കാര്യം ഇതിലും കുറച്ചുകൂടെ ബെറ്റർ സ്വാഭാവികമായിട്ടും കോൺക്രീറ്റ് കാലുകളായിരിക്കും. ഇപ്പോൾ നമ്മളിതൊരു പരീക്ഷണാർത്ഥമാണ് PVC ചെയ്തിരിക്കുന്നത്. ഇത് സക്സസ് ആണെന്ന് എനിക്ക് പ്രൂവ് ആവാത്തിടത്തോളം എനിക്ക് ആർക്കും റെക്കമെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ നമുക്ക് കോസ്റ്റിൽ നിന്ന് തുടങ്ങാം. അതും അനേക ആളുകൾ ചോദിക്കുന്നൊരു സംശയം. ഇപ്പോൾ ഈ PVC പൈപ്പ് നമുക്ക് വാങ്ങണമെങ്കിൽ നമ്മുടെ സാധാ ISI ഉള്ള ബ്രാൻഡുകൾക്ക് 200 മുതൽ 250 രൂപ വരെയാണ്, അതിലും കൂടുതൽ 300 വരെയൊക്കെയാണ് ഒരു മീറ്ററിന് വില, ഇൻക്ലൂഡിങ് GST വരുമ്പോൾ. 200-നും 300-നും ഇടയ്ക്കാണ് പല ബ്രാൻഡുകൾക്കും വില. അങ്ങനെ വരുമ്പോൾ ഇതിപ്പോൾ 3 മീറ്റർ ആഴത്തിലുള്ള പീസ് നമ്മൾ മുറിച്ചിട്ടേക്കണേ. അപ്പം ഇപ്പോൾ 250 രൂപ ഒരു മീറ്ററിനായാൽ തന്നെ 3 മീറ്റർ എന്ന് പറയുമ്പോൾ 750 രൂപയായി. അതുകൂടാതെ നമുക്ക് മറ്റ് എക്സ്പെൻസുകൾ വരുന്നുണ്ട്. അപ്പം ഒന്ന് കൃഷി ലാഭത്തിലാക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളത്. ഉൽപ്പാദന ചെലവ് കുറയ്ക്കാതെ നമുക്ക് കൃഷി ലാഭത്തിലാക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനിവിടെ ISI ഇല്ലാത്ത പൈപ്പാണ് യൂസ് ചെയ്തേക്കണം. അപ്പോൾ അതിനും ഉണ്ടാകാം ഒരു പക്ഷേ ഡ്രോബാക്സ്. കാര്യം ഫ്യൂച്ചറിൽ മറ്റേതിൻ്റെ അത്രയും കാലപ്പഴക്കം ചെല്ലുമ്പോൾ ഇത് സർവൈവ് ചെയ്യുമോ എന്നുള്ളത് കാലം തെളിയിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞില്ല, ഇതിന് ഇൻക്ലൂഡിങ് GST 160 രൂപയാണ് എനിക്ക് പൈപ്പിന് ഒരു മീറ്ററിന് ചിലവ്. അപ്പം 3 മീറ്റർ ആകുമ്പോൾ എത്രയായി? ഏകദേശം ഒരു 460-470 രൂപയോളം ആയി. പിന്നെ ആദ്യം നമ്മൾ ചെയ്തതാണ് ഒരു കുഴിയെടുത്തു, അതായത് ഈ PVC പൈപ്പ് ഉറപ്പിക്കാനായിട്ട് ഒരു കുഴിയെടുത്തു. ആ കുഴിയിൽ PVC പൈപ്പ് 3 മീറ്റർ നീളത്തിൽ കട്ട് ചെയ്ത ശേഷം ഇറക്കി വെച്ചു. അതിനുശേഷം PVC പൈപ്പ് മണ്ണ് മാത്രം ഇട്ടാൽ മറിഞ്ഞു പോകുമല്ലോ, അങ്ങനെ മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ കോൺക്രീറ്റ് ചെയ്തു. മെറ്റലും മണലും സിമെന്റും ഇട്ട് മിക്സ് ചെയ്ത് കോൺക്രീറ്റ് ചെയ്തിട്ട് ഉറപ്പിച്ചു. അപ്പോൾ ആ കോൺക്രീറ്റിനകത്ത് നമ്മൾ എന്തെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്? മെറ്റല് മണല് നമ്മൾ നോർമൽ കോൺക്രീറ്റ് മിക്സർ തന്നെ, കമ്പിയില്ലാതെ. കമ്പി വേണ്ട. അപ്പോൾ ഇങ്ങനെ ഉറപ്പിച്ചു. അപ്പോൾ ആ കോൺക്രീറ്റിന്റെ എക്സ്പെൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഒരു പക്ഷേ അത് ഫുൾ കോൺക്രീറ്റ് ആണോ അതെയോ? അല്ലല്ല, ഇതിലൊരു കുഴി എടുത്തിട്ട് ആ ഒരു കുഴി ഏകദേശം ഒരു 1/2 മീറ്ററോളം അടി പോയിട്ടുണ്ട്. ഇത് 3 മീറ്ററുള്ള പൈപ്പല്ലേ. അപ്പോൾ ഇത് ഏകദേശം 2 മീറ്ററാണ്. അതായത് 3/4 മീറ്ററിനും 1 മീറ്ററിനും ഇടയിൽ അടി പോയിട്ടുണ്ട്. കാര്യം ഈ വെയിറ്റ് വരുമ്പോൾ മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇതിന്റെ മേളിൽ അപ്പോൾ ക്യാപ്പ് വെച്ച് കവർ ചെയ്യുന്നത്. അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ നമ്മൾ ഇത് കോൺക്രീറ്റ് ചെയ്തു. കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ മുകളിൽ നമ്മൾ ഹോൾ ഇടണം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, വൺസ് ഈ കുരുമുളക് ചെടി ഇങ്ങനെ കയറി മുകളിൽ ചെല്ലുമല്ലോ, പിന്നെ മുകളിലോട്ട് നമുക്ക് വളർന്നു പോകാൻ പറ്റത്തില്ല. തെങ്ങൊക്കെ ആണെങ്കിൽ മുകളിലോട്ട് അങ്ങ് പോയേനെ. അപ്പോൾ ഇത് മുകളിലോട്ട് പോകാതെ താഴോട്ട് പിന്നെയും തിരിച്ചു വിടണമല്ലോ. അപ്പോൾ വെറുതെ നാച്ചുറലി അത് താഴോട്ട് വന്നുള്ളൊരു കുഴപ്പം, വെയിറ്റ് കൂടുമ്പോൾ മൊത്തം കുതിർന്ന് താഴോട്ട് വരും. അപ്പം അങ്ങനെ വരാതിരിക്കാൻ മുകളിൽ അവർക്കൊരു സപ്പോർട്ട് വേണം. അതിന് വേണ്ടിയാണ് നമ്മൾ ക്രോസ് 2 കമ്പികൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ കമ്പിക്കടെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കവർ ചെയ്താണ് ഈ വള്ളി താഴോട്ട് വരുന്നത്. ഇത് കണ്ടോ, ഈ വള്ളികൾ ഇങ്ങനെ താഴോട്ട് വരുന്നു. ഇത് താഴെ എത്തി കഴിയുമ്പോൾ നമ്മൾ ഇവിടെ 3-4 ഇടത്തും കൂടെ ഒരു കെട്ട് സപ്പോർട്ട് കൊടുക്കും. ഇതിങ്ങനെ ചേർത്ത് വെച്ചാൽ ഇതിവിടെ സ്റ്റിക്ക് ആയിക്കോളും. അപ്പോൾ വേറെ ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് PVC പൈപ്പിൽ ഇത് ഒട്ടുമോ എന്നുള്ളത്. ഇത് ഇങ്ങോട്ട് നോക്കാം. ഇത് കണ്ടോ, നമ്മൾ ഈ ഇത്തലൊക്കെ ഒട്ടി പിടിക്കുന്ന പോലെ നല്ല സ്ട്രോങ്. ഇത് ഞാനിത് പറിക്കാൻ നോക്കാം. കണ്ടോ, പറിക്കാൻ പറ്റത്തില്ല. ഇത് കാറ്റ് പോയിട്ട്, അതായത് ചെറിയൊരു കാറ്റ് വരുമ്പോഴത്തേനും പോകുമെന്ന് അനേക ആളുകൾ പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ്. ഇത് നമ്മൾ നോർമൽ ബലം കൊടുത്ത് പറിക്കാൻ നോക്കി പറിക്കാൻ പറ്റില്ല. ഞാൻ ഇതേ പിടിച്ച് വലിച്ചാലും ഈ വേര് പറഞ്ഞ് പരത്തില്ല, ഇത് ഒടിഞ്ഞേ പോരുള്ളൂ. അത് എത്രത്തോളം ഇത് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. ഞാൻ ഇതേ പിടിച്ച് വലിച്ചാൽ തണ്ടൊടിഞ്ഞ് പോരുള്ളൂ, ഇത് പറഞ്ഞു വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് മരത്തിൽ പിടിച്ച് വരുന്നത് പോലെ തന്നെ അതേപോലെ തന്നെ ഇത് ശരിക്കും ഞാനും ഇത്രയും വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഇത് നിങ്ങൾക്ക് കാണാം, ഞാൻ ഇവിടെ കയറ് കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കയറ് കെട്ടി കൊടുത്തതിൻ്റെ ഉദ്ദേശം എന്ന് തന്നെ പറഞ്ഞാൽ കാറ്റ് വരുമ്പോൾ ഇത് പോകാതിരിക്കാനാണ്. പക്ഷെ പിന്നീടാണ് ഒബ്സർവേഷനിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, കയറ് കെട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല. വൺസ് ഇത് പിടിച്ചു കഴിഞ്ഞാൽ ഈ സാധനം എന്നാ കാറ്റ് വന്നാലും പോയില്ല, അതേ മറ്റേ വലിച്ചു കഴിഞ്ഞാൽ പോലും പോയിട്ടില്ല. അപ്പം ആ സംശയത്തിൻ്റെ ഒരു മറുപടിയായി. അപ്പം ഇങ്ങനെ താഴോട്ട് വരുന്നു. പിന്നെ താഴെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ പിന്നെ അത് ഒന്നോടെ റൊട്ടേഷൻ അടിക്കുന്നു. അപ്പോൾ ഈ തെങ്ങൊക്കെ പോലെയുള്ള വലിയ മരങ്ങൾക്ക് കൂടുതൽ ദൂരം കയറി പോകാനുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഏതൊരു പ്രോഗ്രാം എടുത്താലും അതിന് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ടല്ലോ. ഇത് ഈ ഒരു പർട്ടിക്കുലർ ഏരിയ തന്നെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതും ഇതിൻ്റെ ഒരു പരിമിതിയാണ്. വിളവെടുക്കാനൊക്കെ കുറച്ച് എളുപ്പമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇപ്പം ഈ പറഞ്ഞ പോലെ ഏരിയ കുറവായതുകൊണ്ട് വള്ളികൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതൊരു പരിമിതിയാണെങ്കിലും ഇതിൽ നിന്ന് നമ്മൾ ഇതിൻ്റെ പോസിറ്റീവ് വശമായിട്ട് കാണുന്നത് ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് വേണമെങ്കിൽ കൂട്ടാം. പക്ഷേ നമുക്കത് പറിക്കാൻ പറ്റില്ല. മരത്തിൽ ഏണി ചാരി വെക്കുന്ന പോലെ ഇതിൽ ചാരി വെക്കാൻ പറ്റില്ല. ലാഡർ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇങ്ങനെ ഒരു സംവിധാനത്തിൽ ചെയ്യുമ്പോൾ
കുരുമുളക് ഉണ്ടാകുന്നതിനകത്ത് കൂടുതലോ കുറച്ചിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമോ? ഇല്ല. ഞാൻ എക്സാമ്പിൾ പറയാം. അടുത്ത കാലത്ത് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാം, നമ്മൾ കണ്ടത്തിൽ ഈ സെയിം മെത്തേഡിൽ ചെയ്തിട്ട് 3 മാസം ആയപ്പോൾ അതിൽ അത്യാവശ്യം ഒരു 12ഓളം തിരികൾ വീണ് കുരുമുളക് ഉണ്ടായിട്ടുണ്ട്. അത് ഐ മീൻ ഒരു റെയർ കേസായിരിക്കാം. എനിവേ ഈ നിലവിൽ കുരുമുളകിന് വളരാൻ ആവശ്യമായ ഈ കുരുമുളക് എന്ന് പറയുമ്പോൾ ഉഷ്ണമേഖലയിൽ വളരുന്ന ഒരു ഇനമാണ്. ഇപ്പോൾ 10 ഡിഗ്രി മുതൽ 40 ഡിഗ്രി വരെയുള്ള ക്ലൈമറ്റിൽ കുരുമുളക് സർവൈവ് ചെയ്യും. അപ്പോൾ കുരുമുളകിന് മഴയെ ആവശ്യത്തിന് വേണം, ചൂടും വേണം, രണ്ടും ബാലൻസിങ് ആയിട്ട് വേണം. അപ്പോൾ കുരുമുളകിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ അത്യാവശ്യത്തിന് മഴയും വെയിലും എല്ലാം കിട്ടും, ചൂടും എല്ലാം കിട്ടുന്ന ആവശ്യത്തിന് തണലുണ്ട്. അപ്പം കുരുമുളകിന് വളരാൻ ആവശ്യമായ പോഷകങ്ങൾ വേണം, കയറാൻ താങ്ങുകാൽ വേണം, ക്ലൈമറ്റ് അനുകൂലമായിരിക്കണം. ഇത് മാത്രമേ ഘടകമുള്ളൂ. മറ്റേ ഇതിൽ നമ്മൾ ഷെയ്ഡ് ഇറക്കിയില്ലെങ്കിൽ അവർക്കത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇവർക്ക് ഉള്ള ഇതിൽ വളരാനായിട്ട് ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങൾ നമ്മളിവിടെ കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ പരിമിതി ഞാൻ പറഞ്ഞില്ല, ഇത് പല പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇത് ഇച്ചിരി ഒരു ക്രൗഡഡ് ആകും. അപ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് കാലം തെളിയിക്കേണ്ട ഒരു കാര്യമാണ്. അതൊക്കെ നമ്മൾ ഭാവിയിലെ ഒബ്സർവേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ PVC പൈപ്പ് നമ്മൾ കുഴിച്ചിടുന്നതിന് മുമ്പ് 4 തുളകൾ ഇടണം. അതിൽ കമ്പി കുത്തി കയറ്റിയാലാണ് അതിൽ പിന്നീട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഏകദേശം അതായത് 160-1 മീറ്ററിന് ഇൻറ്റു 3 മീറ്ററാണ് അതിൻ്റെ ചിലവ്. പിന്നെ കോൺക്രീറ്റിൻ്റെ ചിലവ്, ലേബർ എക്സ്പെൻസ്. പിന്നെ നമ്മൾ ഇവിടെ കുരുമുളക് തൈകൾ നട്ടേക്കുന്നത് പന്നിയൂർ വെറൈറ്റീസ് നട്ടിട്ടുണ്ട്, പിന്നെ കരിമുണ്ടയും നട്ടിട്ടുണ്ട്. അപ്പോൾ കരിമുണ്ട ഇച്ചിരിയോടെ രോഗപ്രതിരോധശേഷിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഇനമാണ്. പക്ഷേ അതിൻ്റെ തിരികൾ ചെറുതാണ്. പന്നിയൂറാണ് തിരികൾ ഇച്ചിരിയോടെ വലുത്. അപ്പോൾ ഓരോ വെറൈറ്റിക്കും അതിൻ്റെതായ ഗുണങ്ങളും ദോഷഫലങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് കൂടുതൽ കരിമുണ്ടയായിരുന്നു അവൈലബിൾ ആയിട്ടുള്ളത്, അതുകൊണ്ടും കൂടെയാണ് നമ്മൾ നട്ടത്. കേരള കാർഷിക സർവകലാശാലയുടെ ഔട്ട്ലെറ്റുകളിൽ നിന്ന്, സെയിൽസ് സെൻ്ററിൽ നിന്നാണ് നമ്മൾ തൈകൾ വാങ്ങിച്ചു വെച്ചത്. നമ്മൾ വാങ്ങിച്ചപ്പോൾ ഒരു തൈക്ക് 12 രൂപയാണോ 15 രൂപയാണെന്ന് ഞാൻ ഓർക്കുള്ള അത്രയാണ് ആയത്. പക്ഷേ ഒരു ചോട്ടിൽ നമ്മൾ ഒരു തൈ അല്ല വെച്ചേക്കുന്നത്, 3-4 തൈകൾ വരെ പല ചോടുകളും ഉണ്ട്. കാര്യം നമ്മൾ വെക്കുന്ന എല്ലാ തൈകളും പിടിച്ചു വരണമെന്നില്ല. അത് തന്നെ എല്ലാവർക്കും വേഗം തന്നെ അതൊന്നൊരു ബുഷിയായിട്ട് വരാൻ വേണ്ടി നമ്മൾ കൂടുതൽ തൈകളാണ് വെച്ചേക്കുന്നത്. പിന്നെ ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കമൻറ്റ് സെക്ഷനിലേക്ക് പോവാം. പ്രധാനമായിട്ടും നമ്മൾ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം അത് തന്നെയാണല്ലോ. നമ്മുടെ വീഡിയോയുടെ അടിയിൽ ആളുകൾ ചോദിച്ചിട്ടുള്ള കമൻറ്റ്സ് നോക്കാം.